ഹലോ ബെഡീസ്, രാവിലെ എണീറ്റപ്പോൾ ഒരു യാത്രാ മൂഡ്. അങ്ങനെ രാത്രി ഞാൻ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ രാവിലെയാണ് ഓണായത്. അങ്ങനെ വേഗം വയനാട്ടിലേക്ക് രാവിലെ 6 മണിയുടെ KSRTC ബസ്സിന് ഓടിച്ചാടിക്കാതെ ചെങ്ങ കയറി കുറുവാദ്വീപിൽ പോകണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. KSRTC ഞാൻ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കി ദ്വീപ് തുറന്നിട്ടുണ്ടോ എന്നുള്ളത്. അഫ്കോഴ്സ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വേഗം എടക്കൽ ഗുഹ എന്നുള്ള പ്ലാനിലേക്ക് തിരിഞ്ഞു. അങ്ങനെ അതിലേക്ക് പോയിട്ടോ. ഭയങ്കര വലിയ ബഡ്ജറ്റ് ഒന്നുമില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ബസ്സുകൾ മാറി കയറി ഒരു യാത്ര ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ച് ട്രാക്ടറൂടെയും കിട്ടിയിട്ടോ. ഹേ ഗായ്സ്, ഞാൻ ആക്ച്വലി എടക്കൽ കേസിലേക്ക് പോകാനുണ്ട്. അപ്പം ഞാൻ ഈ ചേട്ടനെ കണ്ട് ഇവിടുന്ന് ലിഫ്റ്റ് അടിക്കാനുള്ള പ്ലാനാണ്. സോ നമുക്ക് ട്രാക്ടറിൽ കയറാം. ഇത് ട്രാക്ടർ അല്ലേ ചേട്ടാ? ഇനി ഞാനും കൂടെ ചവിട്ടി ഇവിടെ ചവിട്ടിയേ അവിടെ മതിയോ? ആ പോവാ. ഓക്കേ, അങ്ങനെ ഗൈസ് ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ ട്രാക്ടറിൽ കയറുകയാണ്. അയ്യോ ഒരു ലിഫ്റ്റ് തരുമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മോഹൻ ചേട്ടൻ ഒരു മടിയും കൂടാതെ ലിഫ്റ്റ് തന്നുകൊണ്ടാണ് ഇത്ര മനോഹരമായിട്ടൊരു ട്രാക്ടറിൽ യാത്ര ചെയ്യാൻ പറ്റിയത്. ഹലോ മച്ചാമാരെ, ഞാൻ അങ്ങനെ ട്രാക്ടറിൽ കയറിയിരിക്കുകയാണ്. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഈ ചേട്ടൻ ലിഫ്റ്റ് തന്നുകൊണ്ടാണ് കയറിയിരിക്കുന്നത്. ഞാൻ ആക്ച്വലി എടക്കൽ ഗുഹയ്ക്ക് പോവാണ് കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും എടക്കൽ കേസ് കാണാൻ വേണ്ടി പോവാണ്. സോ ആ ഒരു വൈബിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ചേട്ടൻ്റെ പേരെ ചേട്ടാ മോഹൻ ചേട്ടൻ നമുക്ക് ലിഫ്റ്റ് തന്നുകൊണ്ട് വിഷയമില്ലാതെ അങ്ങ് വണ്ടി കയറി പോവാട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രാവലിംഗ് എക്സ്പീരിയൻസ് ആണ് വിത്ത് ട്രാക്ടർ. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സോ ലെറ്റ്സ് കം വിത്ത് മീ. ഞാൻ വന്നിട്ട് എടക്കൽ കേവ്സിന്റെ ആ ഒരു ബോർഡ് എത്തിയിട്ടോ. ഞാനും ഇവളും കൂടി സോളോ ട്രിപ്പാണെന്ന് പറയാൻ പറ്റുമൊന്നുമില്ല, എന്നാലും ഞങ്ങൾ മൾട്ടിപ്പിൾ സോളോ ട്രിപ്പ് അടിച്ച് വന്നിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ സ്പോട്ട്. വന്നിട്ട് ഇവിടുന്ന് ഇനി 1 കിലോമീറ്റർ നടക്കാണ്ടെന്നാണ് പറഞ്ഞത്. ഓൾറെഡി നമ്മുടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ട്. അപ്പം ഇനി എടക്കൽ കേവ്സ് എത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. നടന്ന് ടയേർഡായിട്ടിരിക്കുകയാണ് എൻ്റെ സുഹൃത്ത് മേഘ അശോക്. അപ്പോൾ നമുക്ക് നടക്കാം. എൻ്റെ യാത്രേൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽനട യാത്രയാണ് കൂടുതലും ഉണ്ടായത്. ബസ് പ്ലസ് കാൽനട യാത്ര. ആഹാ, അങ്ങനെ വഴി ചോദിച്ച് കണ്ടുപിടിച്ച് ഒരു വിധത്തിന് ഞാനും എൻ്റെ ചങ്കും കൂടെ ഇവിടെ എവിടെയോ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇഷ്ടംപോലെ നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് ആ റൂട്ട് നോക്കി കാണാം. മേലോട്ട് ഇഷ്ടംപോലെ ആൾക്കാർ നടന്നു കയറുന്നുണ്ട്. നല്ല എക്സസൈസ് ആണ്. ഇപ്പോൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതെല്ലാം മാറി നല്ല അടിപൊളി ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് എടക്കൽ ഗുഹയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നാൽ കിട്ടുന്നതായിരിക്കും. സോ കമോൺ, വാ നമുക്ക് കയറി നോക്കാം. എടക്കൽ കേവ്സിന്റെ സ്റ്റെപ്സ് ഇങ്ങനെ കയറി കുറച്ച് നേരം ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ ക്ഷീണിച്ച് നമ്മളിവിടെ ഇരിക്കുകയാണ്. എന്റെ ചങ്കത്തി അവിടെ ഇരുന്ന് ടയേർഡായിട്ട് അവിടെ നീച്ച് നിൽക്കൽ തുടങ്ങി. ആൻഡ് രാവിലെ നമ്മളിപ്പോൾ ബുധനാഴ്ചയാണെന്ന്, അതുകൊണ്ട് തന്നെ തീരെ തിരക്കില്ല, ആൾക്കാരുടെ ബഹളം ഒന്നുമില്ല. അങ്ങനെ മേലേക്ക് കയറി പോകുന്ന ആൾക്കാരനെ ഉള്ളൂ. സോ നമുക്ക് നല്ല സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു ഞായറും ശനിയൊക്കെ വരുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ബുധനാഴ്ചകളിൽ അല്ലെങ്കിൽ തിങ്കൾ ചൊവ്വ ആ ഒരു ടൈമൊക്കെ ആയിരിക്കും. തീരെ തിരക്കില്ലാതെ നമുക്ക് മോസ്റ്റ്ലി നാച്ചുറൽ വൈബ് അടിക്കാൻ പറ്റിയൊരു ലൊക്കേഷൻ ആയിരിക്കും. സോ നമുക്ക് മേലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയിൽ നിങ്ങൾ ടയേർഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. മേലേക്ക് കയറിയാലോ? അങ്ങനെ ഗുഹ കയറി എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. തിങ്കളാഴ്ച ഇത് അടവാണ് എന്നുള്ള കാര്യം. ഞാൻ ടയേർഡായിട്ട് പട്ടിയെ പോലെ കയറി നിങ്ങൾ കണ്ടിട്ടില്ലേ? അഫ്കോഴ്സ് ടയേർഡാണ്, പക്ഷെ നമുക്കൊരു എനർജി ഉണ്ട് മുകളിലേക്ക് കയറണം എന്നുള്ളത്. കയറി വന്നിരിക്കുകയാണ്. അപ്പം താഴത്തെ കണ്ടില്ലേ, നമ്മൾ മൊത്തത്തിൽ ആ ഒരു ഗുഹയെ കൂടെ ഒക്കെ കയറി വന്ന് നല്ല വൈബായിട്ടിരിക്കുകയാണ്. സോ നമുക്കിനി മേലോട്ട് പോകാനുണ്ട്. മേലെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ എന്ത് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് കയറി ഇറങ്ങിയൊക്കെ വരാൻ പറ്റും. ആൻഡ് ആൾസോ എന്താണ് ദാഹിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ആദ്യം താഴത്തുനിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ മറ്റേ ബോട്ടിൽ ആ സ്റ്റിക്കർ ഒട്ടിച്ച് തരും. ബോട്ടിലൊന്നും ഇവിടെ ഇട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും ഒട്ടുമിക്ക ടൂറിസ്റ്റ് സ്പോട്ടിലും അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നല്ലൊരു കാര്യമാണ്. നമ്മൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ തിരിച്ചവിടെ പോകുമ്പോൾ അത് നമുക്ക് ആ ക്യാഷ് നമുക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യും. ആ സ്റ്റിക്കർ അവർ തിരിച്ചെടുക്കും. ആ ഒരു സെറ്റപ്പാണ്. ഷീ ഈസ് ആൾസോ ടയേർഡ്. ഓക്കെ, ഇത് പിന്നെ ഒരു 2 സ്റ്റെപ്പ് ഇട്ട് നോക്കിയതാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ, പക്കം വാ എന്ന് പറയുന്ന പാട്ടാണ്. ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഓരോ യാത്രയും ഓരോരോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഓരോരോ ഓർമ്മകളാണ്. നല്ല രസത്തിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ പരന്ന് നീണ്ട് കിടക്കുകയാണ്. എല്ലാവരും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ഓർമ്മ തന്നെയാണ് ഈ ഒരു യാത്ര.
എടക്കൽ ഗുഹേൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരു കല്ല് വന്ന് വീണുകൊണ്ടാണ് എടക്കൽ ഗുഹ എന്നതിന് പേര് വരാൻ കാരണം. ഏകദേശം BC 6000-ലുണ്ടായൊരു സംഭവമാണ് കേട്ടോ. 8000 വർഷത്തോളം പഴക്കമുണ്ടതിന്. അപ്പോൾ നമുക്ക് ഈ ചുമരിലൊക്കെ നോക്കിയാൽ കാണാം നമുക്ക് ഈ എഴുത്തുകളൊക്കെ. അപ്പോൾ ആൾക്കാർ അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതി വെച്ചത്, അവരുടെ അടയാളങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് എഴുതി വെച്ചതെന്നൊക്കെയാണ് നമ്മുടെ ഗൈഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് നവീന ശിലായുഗത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ, ഒരു കാലഘട്ടമായിരുന്നു. അതേപോലെ തന്നെ 50 രൂപയാണ് ഇതിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ്. എനിക്ക് തോന്നുന്നു ഏകദേശം ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എടക്കൽ കേവ്സ് ഒക്കെ കണ്ട് കഴിഞ്ഞ് മടങ്ങി തിരിച്ചു വരുന്ന വഴിയാണിത്. എനിക്ക് തോന്നുന്നു കയറിയ പോലത്തെ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഇറങ്ങാൻ. ബിക്കോസ് എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ഇറങ്ങാൻ വലിയ ഇറക്കം ഇഷ്ടം, എനിക്ക് കയറ്റാണ് ഇഷ്ടം. നേരെ മറിച്ച് എൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ ഇറക്കാണ് ഇഷ്ടമായത്. അതങ്ങനെയാണ്, പല ആൾക്കാർക്കും പല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കണം, നല്ല പൈച്ചിട്ട് വയ്യ ഗൈസ്. അപ്പം ഫുഡ് കഴിച്ച് നമ്മൾ എങ്ങോട്ട് പോവും, നമ്മൾ അടുത്ത സ്പോട്ട് തേടി പോവും. ഓക്കെ, അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഒരു അടിപൊളി ബിരിയാണി ആയിരുന്നു. ആൻഡ് ഒരു കുറച്ച് കാപ്പിപ്പൊടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് മമ്മയ്ക്കൊന്നും മേടിച്ചില്ല എന്ന് പരാതി വേണ്ട, അത് കരുതി ഞാൻ അങ്ങനെ മേടിച്ചതാണ്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള യാത്രയായിരുന്നു. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യാത്ര ചെയ്യണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളൊന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വരുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഓരോ യാത്രയിലും. അങ്ങനെ ഞാൻ കാരാപ്പുഴ ഡാമിലേക്കാണ് അടുത്ത സ്പോട്ട് ചൂസ് ചെയ്തത്. അതിലേക്കുള്ളൊരു നടത്താണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ഇത്രയേ ഉള്ളൂ, കുഞ്ഞു വ്ളോഗാണ്. ഭയങ്കര കാര്യങ്ങളൊന്നും എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇറ്റ്സ് മീ യുവർ സംഗീത. കാണാം, ബൈ ബൈ.